2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഗ്ലാമർ പോരാട്ടം ഞായറാഴ്ച നടക്കും എന്നുള്ളത് ബഹിഷ്കരണ നാടകം അവസാനിപ്പിച്ചു പാകിസ്ഥാൻ. ഇല്ലെങ്കിൽ പാകിസ്ഥാന് തന്നെയാണ് പണി. പാക് ക്രിക്കറ്റ് ബോർഡുമായി നടത്തിയ ചർച്ച വിജയമെന്ന് ICC വ്യക്തമാക്കി. ഞായറാഴ്ച കൊളംബോയിലാണ് മത്സരം. ഗീസ് പീറ്ററുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗീസ് പീറ്റർ, ഗുഡ് മോർണിംഗ് ഗീസ്. കളിയിൽ രാഷ്ട്രീയം കടത്തുന്നതിനോട് നമുക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല. കളിക്ക് അതിൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്, അത് കൂട്ടിച്ചേർക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ്. അതിനിടയിൽ വൈരാഗ്യം, കളിയിൽ സ്പിരിറ്റും വാശിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്പോർട്സ് സ്പിരിറ്റോട് കൂടി അത് അവസാനിപ്പിച്ച് പോകണം. പക്ഷേ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂരും പിന്നീട് കഴിഞ്ഞ തവണത്തെ ലോകകപ്പിൻ്റെ സമയത്ത് നമ്മൾ ടോസ് ഇടുന്ന സമയത്ത് കൈ കൊടുക്കാത്തതും ഒക്കെ വലിയ വിഷയമാക്കിയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയുമായിട്ട് കളിക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അപകടം പാകിസ്ഥാൻ മനസ്സിലാക്കി. നമ്മൾ കളിക്കാനായിട്ട് അവിടെ ചെല്ലും, പാകിസ്ഥാൻ വന്നില്ലെങ്കിൽ നമുക്ക് 3 പോയിന്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയല്ലേ പാകിസ്ഥാന്റെ ഈ തീരുമാനം? ഗീഷ്, അരുൺ, തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയപ്പാട് കൂടിയാണ്. കാരണം തോൽക്കുമോ എന്നൊരു ഭയം എന്നതുകൂടി ഉണ്ട് പാകിസ്ഥാന്. കാരണം ചരിത്രം അതാണ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് വേദികളിൽ പാകിസ്ഥാന് ഒരു ജയം, ഏകദിനത്തിലൊരു ജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2020 ലോകകപ്പിൽ ജയം ഇന്ത്യയോട് പാകിസ്ഥാൻ നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ഒരു ചരിത്രം കൂടി പാകിസ്ഥാൻ്റെ ബോർഡിൽ അല്ലെങ്കിൽ പാകിസ്ഥാനുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സർക്കാരാണ് ആദ്യമായി ഇന്ത്യക്കെതിരെ ലോകകപ്പിൽ കളിക്കില്ല എന്നൊരു സമ്മർദ്ദ തന്ത്രം പുറത്തിറക്കുന്നത്. ലോകകപ്പ് പോലെയൊരു വേദിയിൽ പാകിസ്ഥാൻ കളിക്കില്ല, അല്ലെങ്കിൽ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കളിക്കാതിരിക്കുമ്പോൾ അത് മറ്റ് ടീമുകൾ എല്ലാവരും തന്നെ, ആഗോള ക്രിക്കറ്റ് തന്നെ ഉറ്റുനോക്കിയതാണ്. അങ്ങനെ ഒരു അറിയിപ്പ്, ഔദ്യോഗിക അറിയിപ്പ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലും ICC പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉള്ളടക്കം, ബംഗ്ലാദേശ് പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു എന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കാരണം സർക്കാരാണ് PCBയോട്, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് ഇന്ത്യക്കെതിരെ കൊളംബോയിൽ കളിക്കേണ്ടതില്ല എന്ന് ആദ്യം പറയുന്നത്. പിന്നീട് അത് വലിയ ചർച്ചകളിലേക്ക് പോകുന്നു. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്നു, നിങ്ങൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞങ്ങൾ കളിക്കാൻ പോകും എന്നതാണ്. പിന്നീട് ലങ്കയും ഒപ്പം തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു, കളിക്കണം, ഇന്ത്യക്കെതിരെ കളിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അവസാനം സമ്മർദ്ദത്തിൽ വഴങ്ങുന്നു, ICCയുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് കളം ഒരുങ്ങുന്നു എന്നത് തന്നെയാണ്. അരുൺകുമാർ ഒപ്പം എടുത്തു പറയേണ്ടത്, ICCയുമായി നടത്തിയ, ലാഹോറിൽ നടത്തിയ ചർച്ചയിൽ പാകിസ്ഥാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഏകദേശം 8ഓളം ഉപാധികൾ പാകിസ്ഥാൻ ICCക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം ഊഷ്മളമാക്കുന്ന രീതിയിലുള്ള ഉപാധികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അതൊരിക്കലും ഈ അടുത്ത കാലത്തൊന്നും അത് സാധ്യമാകില്ല എന്നതാണ് നമുക്ക് പറയേണ്ടത്. കാരണം ചർച്ചയിൽ ആദ്യം വെച്ചിരിക്കുന്ന ഉപാധി പാകിസ്ഥാനുമായുള്ള ICCയുടെ വാർഷിക വിഹിതം അത് കൂട്ടണം എന്നത്, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കണം എന്നതാണ്. ഇനി ഇന്ത്യയുമായി ഉള്ള മത്സരങ്ങളുടെ കാര്യത്തിലാണ് ദ്വിദിന മത്സരം നടത്തുവാൻ, ദ്വിരാഷ്ട്ര മത്സരം നടത്തുവാനുള്ള അനുമതി ICC നൽകണം. ഒപ്പം തന്നെ ഹസ്തദാന വിവാദം ഏറെ വിവാദമായതാണ്. മറ്റ് മത്സരങ്ങളിൽ ഇന്ത്യ മറ്റ് താരങ്ങളുമായി, മറ്റ് രാജ്യങ്ങളുമായി കളിക്കുമ്പോൾ ടോസ് ഇടുമ്പോൾ ഹസ്തദാനം നൽകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായി വരുമ്പോൾ സൂര്യകുമാർ യാദവ് പിന്മാറിപ്പോകുന്ന കാഴ്ചയൊക്കെ കണ്ടതുമാണ്. അത് വലിയ വിവാദമായതുമാണ്. അതിൽ ICC ഒരു നടപടിയും സ്വീകരിച്ചതുമില്ല. ഇത്തരത്തിലുള്ള BCCIയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടെ നടപടിയെ അതിനെ വിലക്കണം, അല്ലെങ്കിൽ അതിനി ഉണ്ടാകാൻ പാടില്ല എന്ന് ICC ഉറപ്പ് നൽകണമെന്നും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധിയിലുണ്ട്. എന്തു തന്നെയായാലും ഈ ഉപാധികളൊന്നും തന്നെ ICC ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അരുൺകുമാർ, താങ്ക് യു ഗീസ് പീറ്റർ ആണ് വിവരങ്ങൾ നൽകിയത്.